കീഴൂര് ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നോ? എന്നാൽ പോയവർക്കും പോകാത്തവർക്കും കാണാൻ പറ്റിയ ഒരു വീഡിയോ ആണിത്. കാരണം ഞങ്ങൾ കീഴൂർ പൂരത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ഫാമിലി ഉണ്ട്. കമലമ്മ എന്തേ വരാത്തത് എന്ന ചോദ്യം എന്തായാലും നിരോധിച്ചിരിക്കുകയാണ്. കാരണം ഒരുപാട് നിർബന്ധിച്ചിട്ടും നമ്മുടെ കമലമ്മ ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല. സത്യത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കീഴൂർ പൂരത്തിന് പോകുന്നത് കേട്ടോ. ഇതുവരെ പോകാനൊരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇന്ന് അവിടെ പോകുന്നതിന് പ്രത്യേക കാരണം കൂടിയുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു ക്ഷണമുണ്ട്, ഒരു വീട്ടില്. ആ വീട്ടിലൊന്ന് കയറുകയും വേണം. അത് കഴിഞ്ഞ് ഉത്സവ പറമ്പിൽ അടിച്ച് പൊളിച്ച് കറങ്ങി നടക്കണം. അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. അയനിക്കാട് MLP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന ഉഷ ടീച്ചറുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അതുപോലെ ഹസ്ബൻഡ് ശശികുമാർ സാർ DYSP ആയിരുന്നു. ഇപ്പോൾ രണ്ടുപേരും റിട്ടയർമെന്റ് ഒക്കെ എടുത്ത് സകലമാന സ്ഥലത്തും ടൂർ പോയിക്കൊണ്ട് ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഉഷ ടീച്ചർ ദിശയുടെ ട്രീറ്റ്മെന്റ് എടുത്ത ആളും ഞങ്ങളുടെ മാമിയുടെ അടുത്ത റിലേറ്റീവും കൂടിയാണ് കേട്ടോ. എന്തായാലും ഇവരെയൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം. അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് പോയട്ടോ. പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കണ്ടു. അതൊക്കെ നമുക്കൊന്ന് കണ്ടാലോ? നമ്മളെല്ലാവരും പണ്ട് സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ പറമ്പിൽ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവും അല്ലേ? അവിടെയൊക്കെ കയറി നമ്മൾ ഒരുപാട് മുട്ടായികൾ വാങ്ങി കഴിക്കുകയായിരുന്നു. ആ മുട്ടായികളൊന്നും ഇപ്പൊ നമുക്ക് പല സ്ഥലങ്ങളിലും പോയാൽ കാണാൻ പറ്റാറില്ല. എന്നാൽ അതിന്റെ ഒരു ഷോറൂം തന്നെ ഇവിടെ കേട്ടോ. പണ്ടത്തെ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ, എന്തെല്ലാം തരത്തിലുള്ള മുട്ടായികളാണ് നമ്മൾ കഴിച്ചിരുന്നത് നമുക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നും കേട്ടോ. അതുകൂടാതെ നല്ല കിടിലം ചട്ടികൾ. ഈ പരിസരത്തുള്ളവരൊക്കെ ഈ ചന്ത വന്നാലാണ് പുതിയ ചട്ടി മേടിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. സത്യല്ലേ? ബിലാലിന് പെട്ടെന്നൊരു പാനിപൂരി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ ഉള്ളത്. അങ്ങനെ എല്ലാവരും ഓരോ പാനിപൂരിയും കഴിച്ച് അവിടുന്ന് നേരെ വീണ്ടും ഉത്സവപ്പറമ്പിലേക്ക്. അങ്ങനെ ഞങ്ങള് ശ്രീ കീഴൂർ മഹാശിവക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തിയിട്ടോ. പയ്യോളിയിലെ മണിയൂർ കീഴൂർ റോഡിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. വൃശ്ചിക മാസത്തിലെ അവസാനത്തെ 5 ദിവസങ്ങളിലായാണ് ഇവിടുത്തെ ഉത്സവം. അത് ഈ വർഷം ഡിസംബർ 11 മുതൽ 15 വരെ ആയിരുന്നു. എഴുന്നള്ളിപ്പാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഭഗവാനെ ആനപ്പുറത്തിരുത്തി ആറാട്ടിന് കൊണ്ടുപോകുന്നതാണ് എഴുന്നള്ളിപ്പ്. ഉഷ ടീച്ചറുടെ വീട്ടിൽ നിന്നും ചായ കുടിക്കുന്ന സമയത്ത് ചായയുടെ കൂടെ നല്ല അടിപൊളി ഒരു ഗോതമ്പിന്റെ അലുവ തന്നിരുന്നു. ഞാൻ എപ്പോഴേ ചോദിച്ചു, ഈ അലുവ എവിടുന്നാ വാങ്ങിച്ചതെന്ന്. അപ്പൊ പറഞ്ഞു, കീഴൂർ ചന്തയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോഴേ ഞാൻ നോട്ടപ്പെട്ടതാണ്, ചന്തയിൽ പോയി കഴിഞ്ഞാൽ നല്ല ഗോതമ്പിന്റെ അലുവ എനിക്ക് മേടിക്കണമെന്ന്. അങ്ങനെ ഞങ്ങളും കുറച്ച് ഗോതമ്പിന്റെ അലുവ മേടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പോകുന്ന വഴികളിലെല്ലാം കുട്ടികൾക്കും മറ്റും എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പല സംഭവങ്ങളും സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ നിമിഷം കഴിയും തോറും ആളുകൾ കൂടിക്കൂടി വരികയാണ് കേട്ടോ. അവരെയൊക്കെ ക്രമീകരിക്കാനും മറ്റും പോലീസ് സന്നാഹം വളരെ കൂലങ്കശമായ ചർച്ചയിലാണ് അവിടെ. പ്രവേശന കവാടം കണ്ടപ്പോൾ ഞാൻ കരുതി അടുത്ത് തന്നെയാണ് അമ്പലം. അവിടുന്ന് പിന്നെയും കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ആളുകൾക്കിടയിലൂടെ ഞങ്ങളിങ്ങനെ ഒരുപാട് അങ്ങോട്ടേക്ക് നടന്നു. അതിനിടയിൽ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ സ്നേഹത്തോടെ ഞങ്ങളടുത്ത് ഒന്ന് സംസാരിച്ചു. എല്ലാവർക്കും ഒരുപാട് നന്ദി. അങ്ങനെ മിണ്ടിയും പറഞ്ഞും കുറച്ച് നടന്നതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിനടുത്ത് എത്തിയട്ടോ. വെടിക്കെട്ടിന് ഈ അമ്പലം വളരെ ഫേമസ് ആണ്. ഇതിന് പൂവടി എന്നാണ് പൊതുവെ പറയാറ്. കൈപ്പുറത്ത് തറവാട്ടിലെ കാരണവർ മുജുകുന്നം അമ്പലത്തിൽ നിന്നും കൊണ്ടുവന്നതാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠ. 5 അടി ഉയരത്തിലുള്ള തൂണിലാണ് പ്രതിഷ്ഠ. പ്രധാന ചടങ്ങുകൾ ധാരയും തിടമ്പും. ഉപദേവതകളായിട്ടുള്ളത്
ഗണപതി, അയ്യപ്പൻ, നന്ദികേശൻ, ആദിത്യ, പാർവതി ഒക്കെയാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചകളിലുമായി ഇവിടെ പ്രത്യേക പൂജകളുണ്ട്. ഭക്തർക്ക് പ്രത്യേക പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ശനിയും ഞായറും. കൊടിയേറ്റത്തോടുകൂടി ഉത്സവം ആരംഭിക്കുന്നു, അതുപോലെ തന്നെ ആറാട്ടോടുകൂടി ഉത്സവം അവസാനിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ വീണ്ടും ഉത്സവപ്പറമ്പിലേക്ക് എത്തി. പിള്ളേർക്കെല്ലാം നാളെ എക്സാം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തണം എന്ന നിർബന്ധമുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാതെ ദൂരെ നിന്നും ഇതെല്ലാം നോക്കി കണ്ടട്ടോ. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇവിടുത്തെ വെടിക്കെട്ട് ഒരു സംഭവമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതും കൂടി കാണണമെന്ന് സത്യം പറഞ്ഞാൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് പോകേണ്ടതുള്ളത് കൊണ്ട് ഞങ്ങൾ നേരെ വണ്ടി വെച്ച സ്ഥലത്തേക്ക് നീങ്ങി. ഈ കാണുന്ന സ്ഥലത്താണ് വെടിക്കെട്ട് ഉണ്ടാവുക. അവിടെ തന്നെ തൊട്ടടുത്ത് പോലീസുകാരും അതുപോലെ ഫയർഫോഴ്സും ആളുകളൊക്കെ അതീവ ജാഗരൂകരായിട്ടിരിക്കുന്നുണ്ട്.